Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലിയിലും കാലടിയിലും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കൊണ്ടുവന്ന ട്രാഫിക് പരിഷ്കാരങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കുകയാണ് മൈൻഡ് ഓഫ് അങ്കമാലി. അങ്കമാലി അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷനിലെ പരിഷ്കാരം പ്രതിഷേധങ്ങളെ തുടർന്ന് പിൻവലിച്ചു. കാലടിയിൽ സ്ഥാപിച്ചിരുന്ന ട്രാഫിക് മീഡിയനുകൾ പലതും വണ്ടിയിടിച്ച് തകർന്ന നിലയിലും ചിലതെല്ലാം എടുത്തു മാറ്റപ്പെട്ട നിലയിലുമാണ്. ഞാനിവിടെ ലോക്കലിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, രാത്രിയൊക്കെ പോവുള്ളൂ 12 മണി. അപ്പോൾ മിക്കവാറും ഈ മീഡിയനൊക്കെ ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് കിടക്കുന്നതും ഉള്ള സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. ഇന്നലെയും കഴിഞ്ഞ ദിവസം ഒരു വർക്ക് ചെയ്യുന്നുണ്ടായി. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ റിഫ്ലക്ടർ കൂടി നല്ല പ്രൊജക്ഷനുള്ള റിഫ്ലക്ടർ വെക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മറൂട്ടിച്ചോട് പെട്രോൾ പമ്പിന് സമീപം മുതൽ മറ്റൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തു മാത്രമാണ് മീഡിയനുകൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. മറ്റൂർ ജംഗ്ഷൻ മുതൽ ശ്രീശങ്കര പാലം വരെയുള്ള മീഡിയനുകളിൽ പലതും വണ്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് റോഡരികിലേക്ക് തള്ളപ്പെട്ടു. ചില മീഡിയനുകൾ പരിക്കുമായി ഇപ്പോഴും റോഡിന് നടുവിൽ തന്നെ നിലകൊള്ളുന്നു. പൊളിഞ്ഞുപോയ ഷീറ്റുകൾ വള്ളി കൊണ്ട് കെട്ടിവെച്ച നിലയിലും മീഡിയനുകൾ കാണാം. വള്ളി പൊട്ടി ഷീറ്റെങ്ങാൻ നിവർന്നുപോയാൽ ഇരുചക്രവാഹന യാത്രികരുടെ ദേഹത്തു തട്ടി കയ്യോ കാലോ അറ്റുപോകുന്ന സ്ഥിതിയാണുള്ളത്. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അടുത്തിടെ നടത്തിയ സന്ദർശനത്തിന് ശേഷമാണ് അങ്കമാലിയിലും കാലടിയിലും പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നിലവിൽ വന്നത്. അങ്കമാലി അങ്ങാടിക്കടവ് സിഗ്നൽ ജംഗ്ഷനിൽ കൊണ്ടുവന്ന പരിഷ്കാരം പ്രതിഷേധങ്ങളെ തുടർന്ന് പിന്നീട് പിൻവലിക്കപ്പെട്ടു. കാലടിയിൽ മറൂട്ടിച്ചോട് പെട്രോൾ പമ്പ് മുതൽ ശ്രീശങ്കര പാലം വരെ മീഡിയനുകൾ സ്ഥാപിച്ചു. ഇതോടെ കുത്തിക്കയറ്റലുകളും ഓവർടേക്കിങ്ങും കുറഞ്ഞു. വലിയ കുരുക്കില്ലാതെ ഗതാഗതം സുഗമമാകുകയും ചെയ്തു. സ്വകാര്യ ബസ്സുകാരിൽ നിന്നും ചില കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും നേരിയ എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും പുതിയ പരിഷ്കാരം പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടു. ഈ മീഡിയൻ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഗതാഗത കുരുക്കിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ സ്ഥലങ്ങളിലൊന്നും അത് കാണാനില്ല. അത് വണ്ടി ഇടിച്ചു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു ഗതാഗത കുരുക്ക് പൂർണ്ണമായിട്ടും ഒഴിവായി വന്നതായിരുന്നു. അത് പല സ്ഥലങ്ങളിലും കാണാനില്ല. അതൊക്കെ ഓരോ സൈഡിൽ ചാരി വെച്ചതായിട്ടാണ് ഇപ്പോൾ കണ്ടത്. അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അധികം വൈകാതെ തന്നെ മീഡിയനുകൾക്കിട്ട് ഇടി തുടങ്ങി. മറ്റൂർ സിഗ്നൽ ജംഗ്ഷൻ കഴിഞ്ഞ് കാലടി പാലം വരെ ഓരോ രാത്രിയിലും ഇടി തുടർന്നു. സെൻട്രൽ ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള ഭാഗത്ത് മീഡിയനുകൾ തന്നെ അപ്രത്യക്ഷമായി. മീഡിയൻ സ്ഥാപിക്കുന്നതിനായി പണിതുവച്ച കുറ്റികൾ മാത്രം അവിടെവിടെയായി ഉയർന്നു നിൽക്കുന്നു. ജംഗ്ഷനിൽ മീഡിയൻ ഇങ്ങനെ സ്ഥാപിച്ചപ്പോൾ ബ്ലോക്കിനൊക്കെ ഒരുവിധ ശമനം ഉണ്ടായിരുന്നു. ഇപ്പോൾ മീഡിയനൊക്കെ ഓരോ വണ്ടികൾ വന്ന് ഇടിച്ചിട്ട് അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് വ്യക്തമായ ഏത് വണ്ടിയാണെന്ന് അറിയാനോ അതിനുള്ളൊരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇത് തകർന്നോടും വീണ്ടും കാലടി പഴയ ബ്ലോക്കിലേക്ക് പിന്നെ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിനൊരു ഉടൻ ഒരു പരിഹാരം അധികൃതർ ഏറ്റെടുക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. റോഡരികുകളിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിങ്ങും പ്രശ്നം സൃഷ്ടിക്കുന്നതായി വഴിയോരത്തെ കച്ചവടക്കാർ പറയുന്നു. രണ്ട് സൈഡില് പാർക്കിംഗ് ഉണ്ടാവരുത്. പാർക്കിംഗ് ഇല്ലാതിരുന്നാലേ പോയത് വരുള്ളൂ. പിന്നെ അത് തന്നെയല്ല മീഡിയ ആയിട്ട് പണിയണം. പണിതിട്ട് ഇത് വെക്കണം. അപ്പോഴാണ് ആൾക്കാരുടെ ശ്രദ്ധപ്പെടുള്ളൂ. പിന്നെ രണ്ട് സൈഡും ഇത് എങ്ങനെ പണിതാലും രണ്ട് സൈഡും വണ്ടി പാർക്ക് ചെയ്യുക. പാലം വരെ രണ്ട് സൈഡിലും പാർക്കിംഗ് പാടില്ല. പാർക്ക് ചെയ്തുമ്പോൾ അവർ സൈഡിലേക്ക് ഒതുക്കിയെടുക്കും, ഇങ്ങോട്ട് ഒതുക്കിയെടുക്കും. അപ്പോൾ അവർ വെയിലി അങ്ങനെ ശ്രദ്ധിക്കില്ല. വെയിലല്ല ശ്രദ്ധിക്കണം, ആ വണ്ടിയെ കയറാണ്ടാണല്ലോ നോക്കുള്ളൂ. അധികം അങ്ങനെയാണ് പോയത്. ഇവിടെ പോയതെല്ലാം അങ്ങനെ തന്നെയാണ്. വണ്ടി ഇടിച്ച് വണ്ടി മുട്ടി തന്നെയാണ് അധികം പോയത്. വണ്ടി ഇങ്ങനെയാണ് ഒതുക്കും, ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒതുക്കും. മറ്റുള്ള വണ്ടിക്ക് കേട് വരാതിരിക്കാണ്ട് ഇപ്പുറത്തേക്ക് ഒതുക്കുമ്പോൾ വണ്ടിയിൽ മുട്ടും. അത് ആ സൈഡാണ് അധികം പോയത്. അതിനൊരു കാര്യം ചെയ്താൽ അവിടെ സിമെന്റ് കൊണ്ട് മീഡിയ പണതട്ടി വേലിക്കെട്ട് വെക്കണം. പിന്നെ പാർക്കിംഗ് ഒട്ടും പാടില്ല. അത് പാർക്കിംഗ് അനുവദിക്കാതിരിക്കാണ്ട് പോലീസിന്റെ ഭാഗത്ത് എപ്പോഴും ശ്രദ്ധ വേണം. ഇനി അഥവാ പാർക്ക് ചെയ്യാതെ വണ്ടി അപ്പം തന്നെ പൊക്കി കൊണ്ടുപോകാമെന്നുള്ള സംവിധാനം വേണം. എന്ന് പറഞ്ഞാൽ കേസിൽ വന്നാൽ ഒരു വണ്ടി മേടിക്കാവുള്ളൂ, ആ കണ്ടീഷനിൽ കൊണ്ടുപോകണം. അങ്ങനെ ഒരാഴ്ച ആയി കഴിയുമ്പോൾ പിന്നീട് ആൾക്കാർ പാർക്ക് ചെയ്യില്ല. ഇത് ആൾക്കാരുടെ ആവശ്യത്തിന് അപ്പം തന്നെ വണ്ടി ഒതുക്കും. അവർ പോയിട്ട് പിന്നെ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ വരുള്ളൂ. അവരുടെ ആവശ്യം മാത്രം സാധിക്കാനാണ് അവർ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സംഗതി അവിടെ നിൽക്കും, അല്ലെങ്കിൽ നിൽക്കില്ല. തങ്ങളുടെ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്താൻ ചില കച്ചവട സ്ഥാപനങ്ങൾ മീഡിയനുകൾ എടുത്തു മാറ്റുന്നതായും പരാതിയുണ്ട്.
എന്നാൽ വണ്ടി കയറ്റി മീഡിയൻ തകർക്കുന്നവരെ കണ്ടെത്താനോ മീഡിയൻ കട്ടുകൊണ്ടുപോകുന്നവരെ പിടികൂടാനോ ഉള്ള സംവിധാനങ്ങളൊന്നും റോഡിലില്ല. പൊതുവെ ബ്ലോക്ക് കുറവുണ്ട്. എല്ലാവർക്കും നല്ലതാണ്. റോഡ് മുറിച്ച് കടക്കുന്നവർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, പിള്ളേർക്ക്, സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് എല്ലാവർക്കും നല്ലതാണ്. വണ്ടികൾ കയറ്റി പോകില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇതിന് മെയിനായിട്ട് എന്താ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ ഹൈവേയിൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് മഞ്ഞ ലൈൻ മുറിയാത്ത കൊടുക്കും, 2 ലൈൻ കൊടുക്കും. അതിനകത്ത് ക്രോസ് വരച്ചിട്ടുണ്ടാവും. അതിൽ കയറിയാൽ 2000 ഫൈനാണ്. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ പോലീസുകാർ നിൽക്കണ്ടെങ്കിൽ അങ്ങനത്തെ വരയുടെ പരിസരത്തേക്ക് പോലും പോകില്ല, കാരണം അതിനകത്ത് കയറിയാൽ ഫൈനാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ മറ്റൂരിൽ നിന്ന് പാലം വരെ വച്ചേക്കണ ഈ മീഡിയം വെച്ചിട്ട് ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു ലൈനോ മുന്നറിയിപ്പോ ഡ്രൈവർമാർക്ക് കൊടുക്കാവുന്ന ഒരു സിഗ്നലും അവിടെ കൊടുത്തിട്ടില്ല. അതൊരു 100 മീറ്റർ 150 മീറ്റർ അകലേന്ന് തുടങ്ങിയാൽ ലൈൻ വന്നാലാണ് കയറി ചെല്ലണവന്. ഇവിടെ എന്നും നിയമപ്രകാരം നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ പാടില്ലാത്ത സ്ഥലമാണല്ലോ, മുമ്പിൽ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ലൈനൊന്നും ഇടാതെയാണ് ഇപ്പോൾ ഇത് ചെയ്തു വെച്ചാണ്. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ വക ലൈനുകളും കാര്യങ്ങളും കൊടുത്ത് ഡ്രൈവർമാർക്ക്, അകലേന്ന് വന്ന ഡ്രൈവർമാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ഇതവിടെ നിലനിൽക്കുള്ളൂ. വണ്ടി മനഃപൂർവ്വം ഒരു വണ്ടി കയറ്റി ആരും കളയില്ല, കാരണം വണ്ടിക്ക് കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് ഇന്നലെ രാവിലെയാണ് ഇവിടെ ഒരു 4-5 എണ്ണം വണ്ടി കയറി പോയേക്കണം. അതിൻ്റെ 2 ദിവസം മുമ്പ് ഒരെണ്ണം ഒരു ടൂറിസ്റ്റ് വണ്ടി ബസ്, ബാംഗ്ലൂർ ബസ് വന്ന് കയറി ആ ടയർ പൊളിഞ്ഞു പോയി. അപ്പോൾ അവരൊക്കെ അതൊക്കെ ഇത് കളയാൻ വേണ്ടി മനഃപൂർവ്വം കയറണമല്ല, അറിയാൻ പാടില്ലാതെ കയറണം. അങ്ങനെ അവർക്ക് അറിയാവുന്ന രീതിയിൽ ഇപ്പോൾ ബാംഗ്ലൂർ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ പോണ വണ്ടികൾക്ക് റോഡിലുള്ള ലൈനും കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ അതിന് ഇതില്ല. മീഡിയൻ സ്ഥാപിച്ചതോടെ കുരുക്ക് ഒഴിവായി എന്ന ഭാവത്തിൽ സിഗ്നൽ പ്രവർത്തിക്കാത്ത സിഗ്നൽ ജംഗ്ഷനെ പോലീസും കൈവിട്ട സ്ഥിതിയാണുള്ളത്. ഗതാഗതക്കുരുക്ക് ഏറുന്ന സമയത്ത് പോലും ജംഗ്ഷനിൽ പോലീസിന്റെ സേവനം ലഭ്യമാകുന്നില്ല എന്നും പരാതിയുണ്ട്. മീഡിയനുകൾ സ്ഥാപിക്കാൻ കാണിച്ച ഉത്സാഹം അവ സംരക്ഷിക്കുന്നതിലോ നഷ്ടമായ ഇടങ്ങളിൽ മറ്റൊന്ന് സ്ഥാപിക്കുന്നതിലോ ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. പിന്നെ റോട്ടിൽ ഒരു കുഴി വരുമ്പോൾ ന്യൂസ് ചാനലുകാർ വന്ന് ന്യൂസ് കൊടുത്തതിന് ശേഷം കുഴി നികത്തിയും കൊണ്ട് കാര്യമില്ല, നേരത്തെ തന്നെ നികത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വരുമ്പോൾ മോട്ടോർ സൈക്കിളോ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും വരുമ്പോൾ ആ കുഴിയിൽ ചാടി കയറി പോകുന്ന അവസ്ഥ, അത് മാറ്റിയെടുക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ ഏതെങ്കിലും ഒരു ചെറിയ വണ്ടി വന്നെങ്കിൽ അത് ഇന്ന് കംപ്ലൈൻറ്റ്, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലെ വലിയ ആളുള്ള കുഴികളുണ്ടായിരുന്നു, ആ കുഴികൾ കൃത്യസമയത്ത് തന്നെ ഇത് വച്ചേക്കുന്ന സ്ഥലത്തെങ്കിലും പരിപാലിച്ച് പോയാലേ കാര്യമുള്ളൂ. ഇപ്പോൾ കാലിൻ്റെ ടൗണിലുള്ള കുഴികൾ ഇന്ന് നികത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ അവിടെ നിന്ന് പോയി നോക്കി, പാലത്തിൻ്റെ ആ കുഴികൾ നികത്തിയല്ല. അപ്പോൾ ഇവിടുന്ന് ഇതിപ്പോൾ ഈ ലൈൻ വിട്ടടിച്ച് പോകേണ്ട വണ്ടികളാണ്. ഇപ്പോൾ ഇതെങ്ങനെ ബ്ലോക്കായി പോകുന്നത് അവിടുത്തെ കുഴികളുള്ളതുകൊണ്ടാണ്. അതും കൂടെ തീർക്കാണെങ്കിൽ അക്കരെയൊക്കെ തീർക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ തീർക്കാൻ വന്നിട്ടില്ല. അത് മഴ പെയ്ത് റോഡ് പോയാൽ അപ്പം തന്നെ വന്ന് ചെയ്യണം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.